ഇന്ന് കയ്പ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക അതുകൊണ്ടൊരു തീയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയാലോ. അതിനു വേണ്ടി ഒരു ചെറിയ കയ്പ്പയ്ക്ക, ഒരു വലിയ ഉള്ളി, തക്കാളി എന്നിവ ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് പുളിവെള്ളം എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി, കരിവേപ്പിൻ്റെ ഇല, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 4 വറ്റൽമുളകും ഒരു പിടി മല്ലിയിലയും ചേർക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് കൊടുക്കാം. അത് പൊട്ടുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച കയ്പ്പയ്ക്ക, പച്ചമുളക്, ഉള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. അതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാടിയതിന് ശേഷം തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടാതെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അടപ്പ് തുറന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു കറിയാണിത്.